28ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ മറ്റൊരു ദിശയിലേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അഥവാ ഈ ഏതാണ്ട് 24 മണിക്കൂർ തികയുന്നത് വരെ നടത്തിയിരുന്ന രക്ഷാപ്രവർത്തനം പ്രധാനമായും 1ാം പ്ലാറ്റ്ഫോമിന് പിന്നിലുള്ള തുരങ്കത്തിൽ കൂടിയും 3ാം പ്ലാറ്റ്ഫോമിലും 4ാം പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മാൻഹോളിൽ കൂടെയുമുള്ള തിരിച്ചിലുകളായിരുന്നു. ഏതാണ്ട് ആ ഘട്ടം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തുരങ്കം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കടക്കുന്ന ഭാഗത്തു നിന്നുള്ള തിരച്ചിലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനമായും പുതിയതായി വരാനിരിക്കുന്ന ഡെവലപ്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളത്തു നിന്നുള്ള നേവി സംഘം, പ്രത്യേക ഇത്തരം ദുരിതമുഖങ്ങളിൽ പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട പ്രത്യേക ട്രെയിനിങ് ലഭിക്കപ്പെട്ട നേവി സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സംഘം എത്തുന്നതോടെ കൂടുതൽ വിദഗ്ധമായ ഒരു പരിശോധന ഇവിടെ നടത്താൻ കഴിയും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ പുതിയ ഒരു ഡെവലപ്മെന്റ് ആയി ഉണ്ടായിരിക്കുന്നത് സൂപ്പർ സക്കർ മെഷീൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. 160 മീറ്റർ ഉള്ളിലേക്ക് കടന്നു ചെന്ന് തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് മാലിന്യം നീക്കാൻ കഴിയുക ശേഷിയുള്ള സൂപ്പർ സക്കർ മെഷീൻ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുതുതായി ആ മെഷീൻ കൂടി വരുമ്പോൾ മാലിന്യം നീക്കുന്നതിൽ കൂടുതൽ ദ്രുതഗതിയിലുള്ള ഒരു നീക്കമുണ്ടാകും. അത് ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ സഹായിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പുതിയൊരു യന്ത്ര സഹായം കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചേരുന്നത്. നമുക്കൊപ്പം ഹരി കൂടി ചേരുന്നുണ്ട്. ഈ പുതിയൊരു യന്ത്രം കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കുകയാണ് ഹരി. അപ്പോൾ എങ്ങനെയായിരിക്കും അത് രക്ഷാപ്രവർത്തനം ഇനി സ്വാധീനിക്കുക എന്നുള്ളത്? ലഭിക്കാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സൂപ്പർ സക്കർ മെഷീൻ എത്തിക്കുന്നത്. സൂപ്പർ സക്കർ മെഷീൻ ഇവിടെ എത്തിച്ചിരിക്കുന്ന സൂപ്പർ സക്കർ മെഷീൻ എന്ന് പറയുന്നത് 160 മീറ്റർ വരെയുള്ള മാലിന്യം വലിച്ചെടുത്ത് നീക്കം ചെയ്യാൻ കഴിയുന്ന സൂപ്പർ സക്കർ മെഷീനാണ്. അതായത് ഏറ്റവും പരമാവധി 1500 മീറ്റർ വരെയൊക്കെ ദൂരത്തിൽ ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന സൂപ്പർ സക്കർ മെഷീനുകളുണ്ട്. പക്ഷേ ഇവിടെ എത്തിച്ചിരിക്കുന്നത് 160 മീറ്റർ പരമാവധി ക്ലീൻ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ടണലിന്റെ ഒരു വലുപ്പം അനുസരിച്ച് നമുക്കത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. കാരണം 117 മീറ്റർ മാത്രമാണ് ഈ തുരങ്കത്തിന്റെ ഒരു ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ 160 മീറ്റർ ഉപയോഗിക്കാൻ കഴിയുന്ന സൂപ്പർ സക്കർ മെഷീൻ കൊണ്ട് ആ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വാക്വം ക്ലീനറിന്റെ ഒരു രീതിയാണ് ഇതിന് വരുന്നത്. അതായത് ഇത് വലിച്ചെടുക്കുകയാണ്. ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടും. പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റുകൾ, കല്ലുകൾ, വലിയ ഒരുപാട് വലുപ്പമില്ലാത്ത കല്ലുകളൊക്കെ തന്നെ വലിച്ച് നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഷീനാണ് ഈ സൂപ്പർ സക്കർ മെഷീൻ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൌത്യത്തിൽ അല്ലെങ്കിൽ ഈ തെരച്ചിൽ പ്രവർത്തനത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും സഹായകമായ, അതായത് ഇപ്പം ഫയർഫോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂബ ടീം ആണെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ഓരോ നീക്കത്തിനും ഏറ്റവും അധികം സഹായകമാകുന്ന ഒന്നാണ് ഈ സൂപ്പർ സക്കർ മെഷീന്റെ ഒരു വരവ്. അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തുള്ള, അതായത് തുരങ്കം തീരുന്നതിന് ഏറ്റവും അങ്ങേയറ്റത്ത് നിന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്തുകൊണ്ടാണ് ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഒരു 30-40 മീറ്ററോളം ഇനിയും തെരച്ചിൽ നടത്താനുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരുന്ന ഒരു വിവരം. അപ്പോൾ ആ ദൂരം കവർ ചെയ്യാൻ വേണ്ടി ഈ മാലിന്യം നീക്കം ചെയ്ത് മാത്രമാണ് ഈ സ്കൂബ ടീം അംഗങ്ങൾക്കും ഒപ്പം തന്നെ അഗ്നിരക്ഷാസേന പ്രവർത്തകർക്കും അതിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മെഷീൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആഷിക്ക് നേരത്തെ പറഞ്ഞതുപോലെ നാവികസേനയുടെ സഹായം ഇന്ന് രാവിലെ ഉറപ്പുവരുത്തിയിരുന്നു. അത് മന്ത്രി കെ രാജൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്തിയിട്ടുണ്ടായി. എറണാകുളത്ത് നിന്നും ആ സംഘം വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. ആ യാത്രയുടെ ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ് അറിഞ്ഞത്. കാരണം ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നാവികസേനയുടെ ഒരു സഹായം സർക്കാർ അഭ്യർത്ഥിച്ചത്. കാരണം സാധാരണ 24 മണിക്കൂർ കഴിയുന്ന ഒരു പ്രോസസ്സിലൊക്കെ തന്നെ നാവികസേനയുടെ ഒരു സഹായം തേടാറുണ്ട്. അത് തന്നെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുകൂടി ഈ സ്കൂബ ടീം അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് സ്കൂബ ടീം അംഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ ഏറെക്കുറെ എത്താറായിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്.